വർഷങ്ങളായി അനേകം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ റീന മിസ്സുമായുള്ള അഭിമുഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പം ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരിയായ റീന മിസ്സിനും സ്വാഗതം. വളരെ കാലത്തെ അനുഭവ സമ്പത്തും അധ്യാപകന പരിചയമുള്ള റീന മിസ് തന്റെ അറിവിന്റെ വെളിച്ചം അനേകം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി. എത്ര വർഷമായി മിസ് ഈ അധ്യാപന രംഗത്ത് സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട്? നീണ്ട 30 വർഷം. ഭാഷ എന്ന അതുല്യ ശക്തിയുടെ സൗന്ദര്യം തിരിച്ചറിഞ്ഞ് അതിന്റെ രസം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുവാനുള്ള ആഗ്രഹമാണോ ഒരു ഭാഷാധ്യാപികയാകാൻ മിസ്സിനെ പ്രചോദിപ്പിച്ചത്? ഞാൻ എന്നോട് അതുപോലെ മറ്റുള്ളവർ എന്നോടും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. പ്രത്യേകിച്ച് ട്രെയിനിങ് ക്ലാസ്സുകളിലൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു ചോദ്യം, എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അതിൻ്റെ ഉത്തരം തേടി ഞാൻ കുറേ പുറകോട്ട് പോകണം. എന്നുവെച്ചാൽ എൻ്റെ എല്ലാ ക്ലാസ്സിലെയും ഞാൻ പഠിച്ച 1ാം ക്ലാസ് തൊട്ട് പഠിച്ച 10ാം ക്ലാസ് വരെയുള്ള എല്ലാ അധ്യാപകരും, മലയാള അധ്യാപകരെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാവരും നല്ല മിടുക്കരായ അധ്യാപകരായിരുന്നു. അതിൽ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് UP സ്കൂളിലെ ഒരു അധ്യാപികയാണ്, നല്ല സുന്ദരിയായ ടീച്ചർ. എന്താ പറയുക, നമുക്ക് അവർ ചൊല്ലിത്തന്ന കവിതകൾ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ എല്ലാം സബ്ജക്റ്റും ഒരു ടീച്ചറായിരുന്നു എടുത്തിരുന്നത്, ഒരു സാറായിരുന്നു. അന്നത്തെ കാലം എനിക്ക് അത്ര ഓർമ്മയിലില്ല. പക്ഷെ ഈ UP സ്കൂളിലെ ആ അധ്യാപിക എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു തന്ന കഥകൾ, പുരാണ കഥകൾ, അതുപോലെ കവിതകൾ, ചൊല്ലിത്തന്ന കവിതകൾ, ഇതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വായനയുടെ ലോകത്തേക്ക് എത്താൻ, വായനയോട് കൂട്ടുപിടിച്ചതാവും ഈ ഭാഷയോടുള്ള സ്നേഹം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു തന്ന കഥകളിലെ ചില കഥാപാത്രങ്ങളായിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ ചിന്തിച്ച് നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഭാവനയുടെ ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒക്കെ കഴിഞ്ഞു. പുരാണ കഥകൾ, പുരാണത്തിലെ ഗാന്ധാരി, കണ്ണൊക്കെ കെട്ടിയ ഗാന്ധാരി അറിയില്ലേ, കണ്ണു മൂടിക്കെട്ടിയ. പക്ഷേ എനിക്ക് ഗാന്ധാരി കണ്ണു മൂടിക്കെട്ടിയോണ്ടല്ല, പതിവ്രത ആയതുകൊണ്ടല്ല എനിക്ക് ഗാന്ധാരി ഇഷ്ടം കൂടുതൽ. അവര് മഹാഭാരത യുദ്ധം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മഹാഭാരത യുദ്ധമൊക്കെ തുടങ്ങുന്ന സമയത്ത് 100 മക്കളും ജ്യേഷ്ഠാനുജ ക്രമത്തിൽ ചെന്ന് അമ്മയുടെ അനുഗ്രഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധാരി പറയുന്നൊരു മറുപടി ഉണ്ട്, യഥോ ധർമ്മ തഥോ ജയ. എൻ്റെ അർത്ഥം അറിയോ? എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ടെന്ന്. അതാണ് എന്നെ സ്വാധീനിച്ചത്. അതുപോലെ രാമായണം ആയാലും രാമായണത്തിൽ നമുക്ക് സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. വനവാസത്തിന് പോകുമ്പോൾ ലക്ഷ്മണനോടൊപ്പം പോകുമ്പോൾ കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. അമ്മയെ രാമനെ ദശരഥനെ പോലെ കാണണം, അതുപോലെ സീതയെ അമ്മയെപ്പോലെ, സുമിത്രയെ പോലെ കാണണം, വനത്തെ അയോധ്യയെ പോലെ കാണണം. അപ്പം അതിനകത്തൊക്കെയുള്ള ആ വലിയൊരു എന്താ പറയുക, അന്ന് എനിക്ക് അത്രയും അറിയില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് വർഷങ്ങൾ കടന്നപ്പോൾ അതിലൊക്കെയുള്ള അർത്ഥം, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഓർത്ത് നോക്കൂ, മാതൃത്വം, സ്വന്തം കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ണ് ചുഴന്നു കൊടുക്കുന്ന ഒരമ്മ, പഠിച്ചിട്ടില്ലേ പൂർവ്വം ഇടശ്ശേരിയുടെ വരികൾ. അതുപോലെ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ എന്താണ് പ്രകൃതി സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സുഗതകുമാരിയുടെ കൃതികളിലെല്ലാം പ്രകൃതിയെക്കുറിച്ചുള്ള സ്നേഹമുണ്ട്. പക്ഷെ അതിലപ്പുറം എന്നെ ആകർഷിച്ചത് അവരുടെ ലേഖനമാണ്. അതായത് കാവു തീണ്ടല്ലേ എന്ന ഒരു ലേഖനം പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന, അങ്ങനെ എന്തും നമുക്ക് സാഹിത്യത്തിൽ നിന്ന് കണ്ടെടുക്കാം. പിന്നെ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നന്നായി വായിക്കുമായിരുന്നു. വായിക്കാൻ എൻ്റെ സഹോദരങ്ങളും, ഞങ്ങളുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട്, നാട്ടിൽ കരണ്ടൊക്കെ വരുന്നതിന് മുമ്പ് അവിടെ ഒരു വായനശാലയുണ്ട്. അത് ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുക. അവിടുന്ന് എൻ്റെ ആങ്ങളെ ബുക്കൊക്കെ എടുത്തുകൊണ്ട് വരും. പലപ്പോഴും എനിക്കത് അപ്പോൾ തന്നെ വായിക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും അത് ഇവരൊക്കെ പുസ്തകം താഴെ വയ്ക്കുന്ന സമയത്ത് അത് ഓടിപ്പോയി എടുത്ത് വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വായനയോടുള്ള ഇഷ്ടവും ഈ അധ്യാപകരുടെ സ്വാധീനവും ഒക്കെയാണ് മലയാളം, അത് ഞാൻ അറിയാതെ തന്നെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു സ്വകാര്യം കൂടിയുണ്ട്.
അത് മലയാളം പഠിക്കാൻ നമുക്ക് ഒത്തിരി ബുദ്ധി വേണ്ട. കണക്കും സയൻസും ഒക്കെ പഠിക്കുന്ന അത്രയും ബുദ്ധി വേണ്ട. നമുക്ക് ഹൃദയം ഉണ്ടായാൽ മതി. ഹൃദയത്തിൻ്റെ ഭാഷയാണ് മലയാളം. അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. വർഷങ്ങളായി അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഭാഷാ അധ്യയന രീതികൾ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. മിസ്സിന്റെ അധ്യാപന അനുഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി കണ്ട മാറ്റങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? പണ്ടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ രാജാവ് ടീച്ചറാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കുക. അതായത് അധ്യാപക കേന്ദ്രീകൃതമായിരുന്നു. അധ്യാപകനായിരുന്നു അന്നത്തെ അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കുട്ടികൾക്ക് നല്ല ധൈര്യമുണ്ട്. അവർ ചോദ്യങ്ങൾ ചോദിക്കും. പഴയ പോലെ ഒരു പേടിയൊന്നുമില്ല. ഞങ്ങളുടെ അധ്യാപകരോടൊക്കെ ചോദ്യം ചോദിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒന്നും നമുക്കൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല. അടുത്തേക്ക് ചെല്ലാനോ ഒക്കെ പേടിയായിരുന്നു. പക്ഷേ അതിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നത് ഈ മലയാള അധ്യാപകർക്കാണ് കേട്ടോ. അവർ കുറച്ചും കൂടി നമ്മളോട് ഒരു മാതൃത്വത്തിൻ്റെ ഒക്കെ ഭാവം അവരില്ല ശരിക്കും ഞാൻ കണ്ടിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. പിന്നെ വന്നപ്പോൾ കുട്ടികൾ ഒത്തിരി അറിവുള്ളവരാണ്. അവർ ചോദ്യങ്ങൾ ചോദിക്കും. അത് മാത്രമല്ല, അധ്യാപക കേന്ദ്രീകൃതം എന്നുള്ളത് മാറി. അത് നന്നായി, നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്ക്. കുട്ടികൾ അതായത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായി പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തുറന്ന ചർച്ചയിലേക്ക് വരുന്നുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുട്ടികൾ കേൾക്കുന്നു, എഴുതുന്നു. പിന്നെ അതിനിടയിൽ നമുക്ക് കുറേയൊക്കെ അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതിൽ ഉപരി ഇപ്പോൾ കുട്ടികൾ അവരുടെ ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കഴിവിനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വന്നേക്കുന്നത്, പിന്നെ എനിക്ക് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളൊത്തിരി മാറി, അറിവൊത്തിരി ഉണ്ട്. വിജ്ഞാനം നമ്മൾ പറയും വിരൽത്തുമ്പിലാണെന്ന് പറയും. അപ്പോൾ കുട്ടികൾക്ക് അറിവ് നേടാനുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് വായന മരിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. ഈ വായനകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ആ വായനയോടുള്ള ഇഷ്ടം കൂടുതൽ പണ്ടത്തെ കുട്ടികളുടെ അത്രയും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അവർക്ക് കൂടുതൽ സമയം അങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കാൻ, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു കഴിവും കുറഞ്ഞു വരുന്നതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കുക, അതിലേക്ക് എത്തിയിട്ട് അതുകൊണ്ട് തന്നെ അത് വേറൊരു രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അവരുടെ ആ ഇമാജിനേഷൻ, ആ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു എന്ന് പറയുന്നില്ല, എന്നാൽ പോലും ഭാവന, സാഹിത്യത്തെ സംബന്ധിച്ചാകുമ്പോൾ പറയും ഭാവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് കുറഞ്ഞു പോകുന്നുണ്ട്. അവർ അത് ഉപയോഗിക്കുന്നില്ല. ആ കഴിവ്, സൃഷ്ടിപരമായ ആ കഴിവ് അവർ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇപ്പോഴാണേലും നിങ്ങളൊക്കെ ആണേലും എന്തെങ്കിലും ഒരു അസൈൻമെൻ്റ് ഒക്കെ തന്നാൽ വേഗം ChatGPT ഒക്കെ ഉപയോഗിക്കും. അതല്ലെങ്കിൽ ഹോംവർക്കുകൾ തന്നാലും ഒക്കെ പെട്ടെന്ന് അതിൻ്റെ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ലതിനായിട്ട് അറിവ് നേടാൻ നമുക്കത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ പറയുക സാഹിത്യകാരന്മാരൊക്കെ വർണ്ണിക്കുന്ന ആ വഴിയിലൂടെയൊക്കെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കണം. നമുക്ക് അവിടെയൊക്കെ പോകാം. ആ സ്ഥലങ്ങൾ നമ്മുടെ മുറിയിലിരുന്നുകൊണ്ട്, അത് ബസ്സിലിരുന്ന് സ്വപ്നം കാണാമല്ലോ. അങ്ങനെ നമുക്ക് അവിടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾക്ക് യോജിക്കുകയൊക്കെ ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു അവരുടെ ആ രചനാപരമായ കഴിവില്ലാഞ്ഞിട്ടല്ല, അത് വളർത്താൻ കഴിയുന്നില്ല. കുറുക്കു വഴികൾ നമ്മൾ ചെയ്തു. ഇന്നിന്റെ വെളിച്ചത്തിൽ വളർന്നു വരുന്ന യുവ അധ്യാപകർക്ക് മിസ്സിന്റെ ഭാഗത്തു നിന്ന് നൽകാവുന്ന സ്നേഹപൂർവമായ സന്ദേശം എന്തായിരിക്കും? അവർക്കൊരു സന്ദേശം കൊടുക്കാൻ മാത്രമൊക്കെ ഞാൻ ആളാണോന്നറിയില്ല. എന്നാൽ ഒന്നോർക്കുക, കുട്ടികൾ ഒരിക്കലും ഈ സമൂഹത്തെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൂടെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പം പുതിയ തലമുറ മോശമാണെന്ന് അവരെ നമ്മൾ ആക്ഷേപിച്ചത് കൊണ്ടോ കാര്യമില്ല. ഒന്നോർക്കണം, നമുക്ക് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും വലിയൊരു ഉത്തരവാദിത്തം ഉള്ളത്. നമ്മുടെ കയ്യിലൂടെ വരുന്ന കുട്ടികൾ ഒരു നല്ല നന്മയുടെ വഴിയിലൂടെ പോകാൻ, അല്ലെങ്കിൽ അതിനവരെ പ്രാപ്തരാക്കാനുള്ള ഉത്തരവാദിത്വം, വലിയ ഉത്തരവാദിത്തമാണ്, ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഒരു തോട്ടക്കാരനെ സംബന്ധിച്ച്
റോസാപ്പൂവിനെ താമരപ്പൂവാക്കാനൊന്നും അയാൾക്ക് കഴിയില്ലെങ്കിലും ഒരു റോസാപ്പൂവിനെ നല്ല റോസാപ്പൂവാക്കാൻ തോട്ടക്കാരനും കഴിയില്ലേ? അതുപോലെ കുട്ടികളെ അറിഞ്ഞ് ഒഴുക്കിനൊപ്പം നീന്താനല്ല, ഒഴുക്കിനെതിരെ നീന്താൻ അവരെ പ്രാപ്തരാക്കി എടുക്കണം. അവരുടെ കഴിവുകൾ കണ്ടെത്തി അത് ഏത് മേഖലയിലാണെങ്കിലും അവരെ വളർത്തിക്കൊണ്ട് വരാനുള്ള ഉത്തരവാദിത്തം അധ്യാപകർക്കാണ്. നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരിക്കലും കാര്യമില്ല. സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അല്ലെ നാളെയുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാനൊക്കെ അവരെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്ക് കഴിയണം. അത് ആ ഒരു ഇച്ഛാശക്തി ഉണ്ടാകണം. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഇച്ഛാശക്തി അവർക്ക് വേണം. അത് ആർജിച്ചെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാകും. ഇവയെല്ലാം ഇത്രയും നേരം ഞങ്ങൾ സംബന്ധിച്ച